മറുഭാഗത്ത് ഇന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരവകാശപ്പെട്ടുകൊണ്ട് അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ നിങ്ങളുടെ മൂക്കിന് മുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോധം ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുത പറയുമ്പോൾ എടുത്തുദ്ധരിക്കേണ്ടി വരുമെന്നർത്ഥം. അന്ന് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ നാമാവശേഷമാകാനുണ്ടായ പ്രധാന കാരണം അതിന്റെ മുശാവറ ചേർന്ന് ആളുകൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അവർക്ക് ബോധ്യമായി സമത്വ പറഞ്ഞത് ശരിയാണ്, അവരത് പിരിച്ചുവിട്ടു. എന്നതുപോലെ 1967 ലൗഡ് സ്പീക്കറിൽ ഖുത്ബ ഓതുന്ന വിഷയത്തിൽ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നപ്പോൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ തീരുമാനമെടുത്തു. ആ ലൗഡ് സ്പീക്കറിൽ ഖുത്ബ ഓതുന്നതിന് സമത്വ അനുകൂലിച്ചപ്പോൾ ബഹുമാന്യനായ ഉസ്താദ് സദഖത്തുള്ള മൗലവി അടക്കമുള്ള ആളുകൾ അതിനെ എതിർത്തു. അദ്ദേഹം അന്ന് സമത്വയുടെ പ്രസിഡന്റാണ്. സമത്വയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് കൂടിയല്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സമത്വയുടെ അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ച് വിയോജനക്കുറിപ്പ് എഴുതി പുതിയ സംഘടന രൂപീകരിച്ചു പോയി. ഒരു സംഘത്തിന്റെ പ്രസിഡന്റ് മാറി നിന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാർ കെട്ടിപ്പടുത്ത പ്രസ്ഥാനം. പ്രസിഡന്റ് മാറി നിന്നിട്ട് പോലും ഒരു പോർലമേറ്റില്ല. പ്രസിഡന്റ് മാറി നിന്നിട്ട് പോർലേറ്റില്ല. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യം, ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദിനെ പോലുള്ള പരിണിത പ്രജ്ഞനായ അനേകം ശിഷ്യഗണങ്ങളുള്ള ഒരാക്ഷേപത്തിനും വിധേയനാകാത്ത തഖ്വയുള്ള ഒരു മഹാപണ്ഡിതൻ ഒരു മസ്അലയുടെ പ്രശ്നത്തിൽ സമത്വയിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ട് ഈ വലിയ പണ്ഡിത സഭക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രോമതുല്യം ബലമില്ലാത്ത ആളുകൾ സമത്വയെ പഠിപ്പിക്കാൻ വന്നാൽ ഒരു ചുക്കും സമത്വക്ക് സംഭവിക്കില്ല എന്നാണ് ചരിത്രം. അതാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ രോമകൂപത്തിന് തുല്യമുള്ള പണ്ഡിതന്മാർ സമത്വക്ക് മറുപുറത്തില്ല. അത്രയും മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ്. സമ്പത്തുണ്ടാവും, സൗകര്യം ഉണ്ടാവും, വാഗ്ദാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ സഹായിക്കാനും ആളുണ്ടാവും. അത് സ്വാഭാവികമായ ഒരു വസ്തുതയാണ്. 67 ആ പ്രശ്നം 67 ഏപ്രിൽ 18 തീരുമാനമെടുത്തു. ലൗഡ് സ്പീക്കറിൽ ഖുത്ബ ഓതാം, അത് മസ്അലാപരമായി തെറ്റല്ല. സമത്വം അവിടെ നിന്നു. പക്ഷെ അദ്ദേഹം മാന്യത കാണിച്ച് സമത്വയിൽ നിന്ന് മാറി നിന്ന് വേറൊരു വിദ്യാഭ്യാസ ബോർഡുണ്ടാക്കി. ആ വിദ്യാഭ്യാസ ബോർഡിന് പാഠ്യപദ്ധതി ഉണ്ടാക്കി. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മാന്യമായി പുതിയൊരു പേരിട്ട് അത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നാമമാത്രമാണെങ്കിലും അവരവരുടെ വഴിക്ക് പോകുന്നു. നമ്മുടെ മദ്രസമേൽ കൈവെക്കാൻ വന്നില്ല. മാന്യന്മാരുടെ സ്വഭാവം കാണിച്ചു. അദ്ദേഹം പ്രസിഡന്റായിരിക്കെ കെട്ടിപ്പടുത്ത ഒരുപാട് മദ്രസകളുണ്ട്. ആ മദ്രസകളിൽ ഒന്നും അവകാശവാദം ഉന്നയിക്കാൻ വന്നില്ല. മുഷാവറിൽ അധ്യക്ഷം വഹിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനത്തോടെ നടപ്പാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നും അവകാശവാദം ഉന്നയിച്ചില്ല. അവരവരുടേതായ ഭാഗത്ത് പോയി പുതിയ മദ്രസ ഉണ്ടാക്കി, പുതിയ സിലബസ് ഉണ്ടാക്കി. സമുദായത്തിൽ ഒരു ഭിന്നതയില്ലാതെ അവരവരുടെ വഴിക്ക് പോയി. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. വീണ്ടും വീണ്ടും പറയുന്നു, കാരണവന്മാർ ഉദ്ദേശിച്ചല്ല. ഓരോ ഗ്രാമത്തിലെയും കുട്ടികൾ വ്യക്തമായി ഈ ചരിത്രം പഠിച്ചിരിക്കണം. ഇന്ന് ഐക്യം എന്ന് പറഞ്ഞ സമൂഹത്തിൽ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ഐക്യത്തിന്റെ ആഹ്വാനമായി വരുന്ന ആളുകളുണ്ട്. സമ്മേളനം വരുമ്പോൾ ഐക്യം, സമ്മേളനം കഴിഞ്ഞാൽ ഐക്യം അവസാനിച്ചു. ഇനി ഇതുപോലെ ഏതെങ്കിലും റബീഉൽ അവ്വൽ വരുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു സമ്മേളനം വെക്കും, അപ്പൊ ഐക്യം വരും. സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ഉണ്ടാക്കുക എന്നതൊഴിച്ചാൽ അതിന് ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളിലെ ഉത്തരവാദപ്പെട്ട ആളുകളെ പിടിച്ച് കൈമടക്കി വാർത്ത സൃഷ്ടിച്ച് ഒരാൾ വാർത്ത സൃഷ്ടിച്ചാൽ മറ്റവൻ അതിന്റെ പിന്നാലെ കൂടും. വാർത്തകൾ സൃഷ്ടിക്കാൻ ഇന്ന് യാതൊരു പ്രയാസവുമില്ല, പ്രത്യേകിച്ച് അല്പം സൗകര്യം കൂടി ഉണ്ടെങ്കിൽ. ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് സമുദായം തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഐക്യത്തിന് ആരാണെതിര്? ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണോ ഐക്യം പ്രസംഗിക്കേണ്ടത്? ആ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. 974 മാർച്ച് 21 ചേർന്ന 1925 തുടങ്ങി 26 വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു തുടങ്ങിയ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിൽ 1974 മാർച്ച് 24 മറുഭാഗം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിക്കുന്ന മാന്യദേഹം മെമ്പറായി കടന്നു വരുന്നത്. ഞാൻ അദ്ദേഹത്തെ
വ്യക്തിപരമായി പേരെടുത്ത് ധരിക്കാത്തത് നമ്മുടെ ശൈലി അനുസരിച്ച് പണ്ടേ നമ്മൾ മാന്യതയുടെ സീമ ലംഘിച്ച് പ്രസംഗിച്ചിട്ടില്ല. നമ്മളെ ആ പരിധിയിൽ നിന്നിട്ടേ പറയൂ. മറുപടി ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ കിട്ടിയിട്ടും നമ്മൾ പ്രകോപിതരായിട്ടില്ല. കാരണം നമുക്ക് നമ്മുടേതായ നിലവാരമുണ്ട്, നിലവാര തകർച്ചയ്ക്ക് കഴിയില്ല. അദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സമത്വയുടെ മുഷാവറ മെമ്പറായി 74 വരുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു കാര്യം ചിന്തിക്കണം. 1951 ശംസുൽ ഉലമ സമത്വയുടെ മുഷാവറ മെമ്പറായി വരുന്നത്. ശംസുൽ ഉലമ മുഷാവറ മെമ്പറായി വന്ന് 23 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മുഷാവറയിൽ മെമ്പറാകുന്നത്. രണ്ടുപേരും തമ്മിലുള്ള അകലം മനസ്സിലാക്കണം. 1957 മുതൽ ശൈഖുന ശംസുൽ ഉലമ സമത്വയുടെ ജനറൽ സെക്രട്ടറിയാണ്. 1974 ഇദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായി വന്നതിന് ശേഷം 5 വർഷം പിന്നിട്ടപ്പോൾ 1979 സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ ആദ്യമായി സുന്നി യുവജന സംഘത്തെ രാഷ്ട്രീയവൽക്കരിക്കണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചത്. ഒരു പ്രമേയത്തിലൂടെ സുന്നി യുവജന സംഘത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കണം, അല്ലെങ്കിൽ സമത്വ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന ഒരു വാദം ഇദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ ഒരു വാദം കൊണ്ടുവരികയും സമത്വ കേരള ജംഇയ്യത്ത് തള്ളിക്കളയുകയും ചെയ്തു. അന്നും അതിനു മുമ്പും ഇന്നും സമത്വയുടെ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് സ്വതന്ത്രമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം, മതവിരുദ്ധമല്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വ്യക്തികൾക്ക് പ്രവർത്തിക്കാം. മതവിരുദ്ധം പറ്റില്ല, അതേസമയം സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവാം, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായിരിക്കാം. ഇപ്പൊ മൗലവിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. സമത്വയുമാണ്, എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമില്ലാത്തവരും സമത്വയിലുണ്ടാവും. ഇത് നമ്മൾ പണ്ടേ പറഞ്ഞു വരുന്നതാണ്, ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സമത്വക്കാരാണ്, നമുക്കറിയാം. പക്ഷെ രാഷ്ട്രീയമായി എല്ലാവരും ഒന്നായിക്കൊള്ളണമെന്നില്ല. രാഷ്ട്രീയമായി വ്യത്യസ്ത വീക്ഷണമുള്ള ആളുകൾ ഉണ്ടാകും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുന്നവരായതുകൊണ്ട്, മുസ്ലിങ്ങളുടെ സംഘടനയാണ് സമത്വ എന്നതുകൊണ്ട് സമത്വയിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗുകാരുണ്ടാവുക സ്വാഭാവികമാണ്. എല്ലാ മുസ്ലിം ലീഗുകാരും സമത്വക്കാരല്ല, എല്ലാ സമത്വക്കാരും മുസ്ലിം ലീഗുകാരുമല്ല. രണ്ടിലും അംഗത്വമുള്ള ധാരാളം ആളുണ്ടാവും. ഈ ഉമൂമു ഖുസൂസും ഇൻവജ്ഹിന്റെ രീതിശാസ്ത്രം അറിയാത്തവരല്ലല്ലോ നമ്മൾ. പരസ്പരമുള്ള സഹകരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ എല്ലാ സമത്വക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരാകണമെന്നില്ല. സമത്വയിൽ പ്രവർത്തിക്കാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാകണം എന്നൊരു നിബന്ധന സമത്വം വെച്ചിട്ടില്ല. പല പാർട്ടിക്കാരുണ്ട്, ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും ഇല്ലാത്ത ആളുകളുണ്ട്, രാഷ്ട്രീയ രംഗത്ത് തീരെ പ്രവർത്തിക്കാത്തവരുണ്ട്. ശംസുൽ ഉലമ തന്നെ പണ്ട് കാലത്ത് കോൺഗ്രസിനെ അംഗീകരിച്ചിരുന്നു, അതിന്റെ വേദി പങ്കിട്ടിരുന്നു. എന്നതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അന്നും ഇന്നും സമത്വയിലുണ്ട്. ഈ രീതിയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോകുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യമുള്ള ചിലർ സമത്വയുടെ മദ്രസ നടത്തുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. ഈ രീതിയിൽ രാഷ്ട്രീയപരമായ ഒരു ആഭ്യന്തര ചർച്ച സമത്വക്കകത്ത് ഉണ്ടായിരുന്നില്ല. ആ ചർച്ച സമത്വക്കകത്ത് കൊണ്ടുവന്നത് 1979. അതിനു മുമ്പ് സമത്വയുടെ നേതാക്കൾ സമത്വയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ബാഫഖി തങ്ങൾ അതിന്റെ അമരത്തുണ്ട്, പൂക്കോയ തങ്ങൾ അമരത്തുണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഒരു ചർച്ച വന്നിട്ടില്ല. ഈ ചർച്ച കൊണ്ടുവരുന്നത് 1979. അത് കൊണ്ടുവന്നതിന്റെ പരിണിത ഫലമായിരുന്നു 1979 നവംബർ 6 73 സംഘടന രൂപീകരിക്കുമ്പോൾ പ്രസിഡന്റായിരുന്ന SSFന്റെ പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹമായിരുന്നു അതിന്റെ പ്രസിഡന്റ്. ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി സാഹിബായിരുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി. പട്ടിക്കാട് ജാമിഅ അൽ അറബി കോളേജിൽ വെച്ചാണ് അത് രൂപീകരിച്ചത്. ആ സംഘടന രൂപീകരിച്ചു. അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഇന്ന് അതിന്റെ കൂടെ ഇല്ലല്ലോ. എന്തേ സംഭവിച്ചത്? പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ സംഘടനയുടെ ഒരു സംസ്ഥാന കൌൺസിലിൽ നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. പാണക്കാട് തങ്ങന്മാർ ഒരു സംഘടനയിൽ നിന്ന് രാജിവെച്ച ചരിത്രമുണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ശോഷണം വന്നതുകൊണ്ടാണോ?
ഇപ്പോഴും നിങ്ങൾ പോയി നോക്ക് പാണക്കാട്ട്. ഇവരൊക്കെ സുന്നത്ത് ജമാഅത്ത് പറയുക എന്നല്ലാതെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉറുക്കുന്നൂരും കൊടുത്തുകൊണ്ടേയിരിക്കണം. അത്ര വല്ല സുന്നി ആരാ? ഏത് വിദഈ പ്രസ്ഥാനക്കാരൻ പാണക്കാട്ട് കയറി വരുമ്പോഴും തങ്ങൾ നല്ല ഉറുക്കുന്നൂര് എഴുതിയിരിക്കും. അത്ര വലിയ സുന്നി ആരാ? ആ സുന്നിയായ ബഹുമാനപ്പെട്ട തങ്ങൾ എന്തേ SSFന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കൂ? എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു? പഠിക്കേണ്ട കാര്യമല്ലേ? രാഷ്ട്രീയ പ്രവർത്തനം പാടില്ലെന്ന് പറഞ്ഞ പ്രമേയം അവതരിപ്പിച്ചു. പൊന്നാനിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തങ്ങൾ പോയത് തെറ്റാണെന്ന് വായിച്ചു. സയ്യിദന്മാരുള്ള ആദരവ് കുറക്കുന്ന രീതിയിൽ തങ്ങളെ ഇരുത്തിയിട്ട് ഒരുപാട് കത്തുകൾ വായിക്കുക. രാഷ്ട്രീയ പ്രവർത്തനം പാടില്ലെന്ന് പറയാ. അവരന്ന് സ്വീകരിച്ച നയം രാഷ്ട്രീയം പാടില്ല എന്നെന്താ കാരണം?